ഒരു പച്ചച്ചക്ക തറവാട്ടിന്ന് കിട്ടിട്ടോ. ഹായ് അറിയമ്മേ. ഹായ്. നമ്മള് ചക്ക പപ്പടം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഒരു ചക്ക അമ്മായിയുടെ ഇവിടുന്ന് കിട്ടിയില്ലേ, തറവാട്ടിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് വെട്ടി ചുളപ്പറിച്ച് വേവിച്ച് വെക്കാം. രാവിലത്തെ വിവരം എന്തൊക്കെയാന്ന് അറിയില്ല, മഴയാവുകൊണ്ടേ. ഉച്ചവരെ വെയിൽ കിട്ടിയാലും മതി, നല്ല വെയിൽ ഉച്ചവരെ കിട്ടിയാൽ സാധനം നമുക്ക് മറിച്ചിടാൻ പറ്റും. അപ്പൊ നാളെ വെട്ടി നോക്കട്ടെ. ഇന്നത്തെ നാളത്തെയൊക്കെ വീഡിയോയില് കൂട്ടുകാർക്കൊക്കെ അതുപോലെ ഉണ്ടാക്കി ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി നോക്കാട്ടോ. അപ്പൊ നമ്മള് വീഡിയോ കാണിക്ക എങ്ങനെ ചക്ക പപ്പടം ഉണ്ടാക്കണം എന്നുള്ളത്. മൂത്തോ പഴുത്തുവോ? അല്ലേ നമുക്ക് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാം. ഇന്ന് ചക്ക കൂട്ടാൻ വേണ്ട. എന്താ അമ്മേ, എന്താ പറയാ, എപ്പോഴും പറ്റണില്ല. അത് രസല്ലേ? നല്ല രസാ. ഒന്നെല്ലാം കൂടെ എടുത്തോ? വെട്ടുകത്തി ഇവിടെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർ അറിയിക്കുക. അതെ, ചോള കുറവാല്ലേ? കാണുമ്പോ ചോളം തോന്നും, പക്ഷെ ഇതാക്കുമ്പോ ഇല്ല. എന്തായാലും വലിയ ചോള തന്നെ കേട്ടോ. എന്തായാലും ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാം. ഞാൻ ഈ അമ്മൂടെ ഈ ചക്ക കൂട്ടാനും എപ്പോഴും അമ്മൂൻ ചക്ക ഉപ്പേരി അമ്മൂൻ അത് വേണ്ട കേട്ടോ, എപ്പോഴും ആകുമ്പോഴേ. ഇപ്പൊ ഇന്നലെ കൂട്ടി, ഇനിയിപ്പൊ ഒന്നും അതന്നെ പറഞ്ഞ ഉപ്പേരി വെച്ച എല്ലാം കൂടെ അങ്ങനെ കൊത്തി അത് ഇഷ്ടമാണ്. അല്ലാണ്ട് ചോളം മാത്രമുള്ള ഉപ്പേരി വേണ്ട. ചോളം മാത്രമുള്ള ഉപ്പേരി നല്ല സ്വാദാണ്. അത് സുഖമില്ല. നാളികേരം, ചുവന്ന മുളക്, ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് ചക്കൊക്കെ നേരെയാക്കി അതിൽ കടുകും മുളകും വറുത്തിട്ടിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടാണ്ടല്ലോ ഈ ചതച്ചതിലേക്കിട്ട കറിവേപ്പിലിട്ട ഉപ്പേരി നല്ല ടേസ്റ്റാണ്. അപ്പൊ നമ്മള് ഇന്നലെ ചക്കയൊക്കെ പറിക്കണത് ഒന്നും കാണിച്ചിട്ടില്ല, ചക്ക വെട്ടണതേ കാണിച്ചുള്ളൂ അല്ലേ അമ്മേ? അപ്പൊ നമ്മള് ചക്കയൊക്കെ പറിച്ച് മഴ വരുമോ സംശയമായി. അതെ, അപ്പൊ ചക്കയൊക്കെ പറിച്ച് വേവിച്ച് അമ്മ അരച്ച് റെഡിയാക്കി വെച്ചു. അതിന്റെ ഒപ്പം നമ്മള് എള്ള്, ജീരകം, പിന്നെ കായം തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം കുറച്ച് ഒഴിച്ചു, മുളക് പൊടി, ഉപ്പ്. അപ്പോൾ ഇത് കാണിച്ചു തന്നിട്ടാവും അത് ഇളക്കുക വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ ഞങ്ങൾ ചക്കപ്പഴത്തിന് ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ വെച്ചിട്ടെ പിടിക്കാം. കുറേ കൂട്ടുകാർ ചോദിക്കണ്ടായിരുന്നു എങ്ങനെ ചക്കപ്പപ്പടം ഉണ്ടാക്കുക, അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കുമോ. നമ്മൾ കുറേ മുമ്പ് ഒരു 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് കാണിക്കണത്. അപ്പം എല്ലാവരും കണ്ടോളൂ, ചക്ക കിട്ടിയിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ. മഴക്കാലത്ത് നല്ല ടേസ്റ്റാണ്. ഒരു കൊല്ലം വരെ ഇരിക്കും. അതെ, ഒരു കേടും വരും. നമ്മൾ നല്ല മഴയൊക്കെ പെയ്യുമ്പോഴേ ചിലതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, അല്ല അമ്മേ, പുറത്ത് വെച്ചാൽ നല്ല മഴ പെയ്യുമ്പോൾ വൈകുന്നേരം കാപ്പിക്ക് നല്ല സ്വാദാ. അതെ അതെ, കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കട്ടൻ കാപ്പിയും ചക്കപ്പപ്പടം ഇരുന്ന് കഴിക്കും. നല്ല സ്വാദാ കേട്ടോ അത്. അപ്പൊ സ്റ്റോക്കാക്കി വെക്കാം, നല്ല വെയിലുള്ള സമയമൊക്കെ ആകുമ്പോഴേ. ഇനി ഇവിടെ ഈ ഭാഗത്തൊക്കെ എങ്ങനെയാ വെച്ചാൽ മഴക്കാലം ആകുമ്പോഴേക്ക് ചക്ക മൂത്തത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എത്രയോ ആദ്യമൊക്കെ ഞാൻ 1000-1500 പപ്പടമൊക്കെ ഉണ്ടാക്കിയിരുന്നു. മഴക്കാലം വരുമ്പോഴും മുത്തശ്ശിക്ക് അപ്പോൾ തന്നെ ജലദോഷം വന്നു തുടങ്ങി. അപ്പോൾ ഇനി മുത്തശ്ശിയുടെ ടേസ്റ്റ് ചെയ്യും. ഇനി ഉപ്പോ മുളക് പൊടി എന്തെങ്കിലും കൂട്ടണം നോക്കൂ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിൽ, അത് ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഞാൻ നോക്കട്ടെ, സ്പൂൺ എടുത്തിട്ട് വരാം. അപ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് പിടിക്കാമേ, ഉപ്പ് വേണോ എന്താന്നൊക്കെ ഒന്ന് അറിയാലോ. ഉണങ്ങുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് കുറയും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ലേശടാ, കുറച്ചുകൂടെ വേണം. കുറച്ച് എരിവും വേണം തോന്നുന്നു. എരിവ് മതി. എന്താ വെച്ചാൽ കുഞ്ഞുവാവയ്ക്ക് വേണ്ടേ, കുഞ്ഞുവാവയ്ക്ക് മധുരമുള്ള ചക്ക പപ്പടം. പക്ഷെ കുഞ്ഞാവ് എന്ത് പപ്പടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയൂ കേട്ടോ, അത് കഴിച്ചിട്ട് വന്നിട്ട് പറയും ഞാൻ കഴിച്ചു, അവിടെ ഉണ്ട്. ചെലപ്പോ കൊണ്ടു പറഞ്ഞാൽ കൊണ്ടുതരും. കൃഷിയല്ലേ ചക്ക പപ്പടമൊക്കെ കാച്ചാറ്. പക്ഷെ കൊണ്ടുതരുന്ന ആള് മാളുവാണ്. കുഞ്ഞാവ് റിപ്പോർട്ട് ചെയ്യും അതെ ഉണ്ട് എന്നുള്ളത്. കുറച്ചുകൂടെ എരിവോ തോന്നുന്നു. ഉണങ്ങുമ്പോ തീരണ്ടാവില്ലല്ലോ. ഉണങ്ങുമ്പോ എരിവുണ്ടാവും, ഉപ്പ കുറയുക. ഉപ്പ് എന്തായാലും ലേശം വേണം. നോക്കൂ. അല്ല, ഞാൻ വെറും വയറായോണ്ടേ കഴിക്കാത്തതാ. നോക്കണേലെന്താ വേണ്ട. അമ്മനെ നോക്കിയപ്പോ മുത്തശ്ശി ഇപ്പൊ നോക്കി. ഇല്ല,
മുത്തശ്ശി നോക്കി കൈ കഴുകി വന്നപ്പോ മതിനാ തോന്നുന്നത്. എരുണ്ടോ? എരുത് മതി. എത്ര അങ്ങോട്ട് പോരാ തോന്നുന്നു. എരു മതി. വരട്ടിയ പോരെ മതി. എന്നാ പരത്ത. ആ അതെ അതെ അതെ, വേഗം എടുത്തോളൂ വേഗം എടുത്തോളൂ. ആയിക്കോട്ടെ മതി. ഇവിടെ വന്നിട്ട് ചെയ്യാം. കയ്യൊന്ന് കഴുകട്ടെ. എന്തായാലും നല്ല ഉച്ചവരെ നല്ല വെയിൽ കിട്ടട്ടെ. അതെ, വിശ്വസിച്ച് ഉണ്ടാക്കാൻ പറ്റാതെ ഉണ്ട് ഇപ്പോ. പെട്ടെന്നാ മഴക്കാറ് വരും. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ. ശരിക്കും നമ്മള് മറ്റേ സാരീൻ്റെ ഒക്കെ കവറില്ലേ പണ്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ലേ? സാരിയുടെ കവറിൽ ഞാൻ പറഞ്ഞില്ലേ നീലശത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കാണിച്ചു തന്നായിരുന്നു. എന്താ അമ്മ ഇങ്ങനെ ഓർമ്മയില്ലാതെ? ഇത് ആ സാധാരണ നമ്മള് നെളിച്ച് കാണുന്ന കവറ്. ഇത് കവറാ വിചാരിക്കാണ്ട് ആകുമ്പോ വേണമെങ്കിൽ ആദ്യം ഒന്ന് എണ്ണ പരട്ടാം, എന്നിട്ട് ഇത് ലേശം അതിലിട്ടിട്ട് വേറൊരു കവർ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ പായലേക്ക് സാരി എന്നൊക്കെ പറഞ്ഞപ്പോ സാരിയുടെ കവറേ ഓയിൽ പേപ്പർ. ശരി, ഞാൻ സാരി വിചാരിച്ചപ്പോ ഞാൻ തോന്നി സാരി വെക്കുക. സാരിയുടെ കവറ് ഓയിൽ പേപ്പർ നമ്മള് വാടകയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമ്പോ എടുക്കാറുണ്ടല്ലോ അങ്ങനത്തെ കവറ്. അങ്ങനെ പറഞ്ഞു ഓർമ്മണ്ടോ? അത് പെട്ടെന്ന് സാരി പറഞ്ഞപ്പോഴേ എന്താണോ നമ്മളിതുമ്പോ അതാക്കി കൊടുക്കണം. ഇപ്പൊ താമസാണിട്ടല്ല വെയില് പോവുകയെ. അമ്മ ഇപ്പൊ ഇത് നോക്കിയാ മതി അമ്മേ. ആ അതാകുമ്പോ നല്ല അല്ലേ, അപ്പുറത്തൊന്നും ഇല്ല കേട്ടോ. നിങ്ങള് അമർത്തിട്ട് ഇളക്കിയണ്ടല്ലോ. അമ്മ വാങ്ങൂ. എരുല്ല. ഇല്ല എരിവില്ല, ഉപ്പും കുറച്ച് കുറവാ. ആ കുറച്ചുകൂടി വേണം, എന്നാലും അതിന്റെ സ്വാദ് ഉണ്ടാവും. ചൊടി പോരാ. ഉപ്പ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അല്ല അമ്മ പറഞ്ഞ പോലെ കുറച്ച് മുളക് പൊടി കഴിഞ്ഞാൽ മറ്റേ പോലെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കണ പോലെയാണ്. അപ്പൊ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ നിങ്ങള്. കുഞ്ഞി ഉണങ്ങും. അയ്യോ മുഴുവൻ വേണ്ട. ആ മതി. മുളക് പൊടി ഉണ്ട് കൊടുത്തിരിക്കോ? അപ്പൊ എല്ലാരും അഭിപ്രായം കുറച്ചും കൂടി മുളക് വേണം, ഉപ്പ് വേണം, നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ. അതാണ്. അപ്പൊ എന്തായാലും അതായിക്കോട്ടെ വിചാരിച്ചു. ഇത് മതി, ഇത് മതി. ഇത് നല്ല എരിവുള്ളതാണേ. അതെ. നമ്മളിത് ചക്കപ്പപ്പടം ഉണ്ടാക്കാൻ മാത്രം എടുക്കണ പായയാണ്. വേറെ ഒന്നിനും എടുക്കാറില്ല. അപ്പൊ അതിൽ തന്നെ ഉണ്ടാക്കാച്ചിട്ടാട്ടോ. ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചതാ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട്. എന്നാ വേഗം നിങ്ങള് തുടങ്ങിക്കോളൂ. തുടങ്ങട്ടെ, വെയില് പോണ്ട. അതെ, ഞാൻ ഇവിടുന്ന് അങ്ങട്ടാ ഉണ്ടാക്കണം. രണ്ടാളും ഒപ്പം പരത്തു, അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല കാണുമ്പോ. ആ അവിടെ പരത്തിക്കോളൂ. ഞാൻ അങ്ങനെ അതാ നല്ല എത്ര വട്ടം വേണം? ആ പാക ഇതിയമ്മ ഇല്ലേ കട്ടി കുറയില്ലേ? കട്ടി കുറഞ്ഞാൽ തന്നെ സ്വാദ് ഉണ്ടാവും. ശ്രമിച്ചിട്ട് വല്ലാതെ കട്ടി കുറയാൻ പറ്റില്ല. കട്ടി കുറച്ചുള്ളതാട്ടോ ഇഷ്ടം. അങ്ങനെ പോരമ്മേ. നിങ്ങളെന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയും. നിങ്ങളെന്താ മറ്റേ അങ്ങോട്ടും കാണാ ആദ്യമായിട്ട്. ആ മിണ്ടാതെ നിന്നിട്ട്. അല്ല ഇത് വെച്ച് ചെയ്തോണ്ട് പറഞ്ഞോളൂട്ടോ. ഞാനും അമ്മാമല്ലേ ആ അതേട്ടെ ചക്കപ്പപ്പടം ഉണ്ടാക്കാറ്. എങ്ങനെ പഠിച്ചു വെച്ചാല് അടുത്തൊരില്ലത്ത് ചേരാമാല ഇല്ലെന്ന് പറയും. അവര് എവിടുന്നോ പഠിച്ചു. എന്നിട്ട് അമ്മാവന് കാണിച്ചു കൊടുത്തു, ഏട്ടന് കാണിച്ചു കൊടുത്തു. അപ്പൊ നമ്മക്കും ഞാൻ ചക്കപ്പപ്പടം ഉണ്ടാക്കാ പറഞ്ഞ അങ്ങനെയാണ് തുടങ്ങി വെച്ചത്. അന്നൊക്കെ വിസ്തരിച്ച് ചെയ്യൂട്ടോ. വേറൊരു പലകേമില് ഇല വെച്ച് എണ്ണ വെട്ടി അങ്ങനെ നല്ല റൗണ്ട് ആക്കും. അങ്ങനെയൊക്കെയാണ് അന്ന് ചെയ്തിരുന്നത്. ഇപ്പൊ പിന്നെ അതും ചെയ്യാറില്ല. അപ്പൊ നമുക്ക് ഒരുവിധം നമുക്ക് തന്നെ കഴിക്കാനല്ലേ, കൊടുക്കാനുള്ളൊന്നുമല്ലല്ലോ. പിന്നെ കൊടുത്താലും ആൾക്കാർ വാങ്ങാനൊക്കെ ഇഷ്ടം പോലെ എന്നാലും ഉണ്ട് ഇട്ടപ്പോഴും. അതെ അതെ, അത് ഇവിടെ തന്നെ തികയണില്ല. ചക്കപ്പപ്പടം ഉണ്ടാക്കാ പറഞ്ഞിട്ട് 4-5 ചക്ക കൊണ്ടുവന്നൊക്കെ പഴുക്കും ചെയ്തു. പിന്നെ എങ്ങനെ ഉണ്ടാവും? ആകെ ഒന്നേ കിട്ടിയുള്ളൂ. അപ്പൊ അമ്മു ഞാൻ കൊറേ അമ്മു ചോദിക്കണം വിചാരിച്ചു. ഒരു പാട്ടില്ലേ, പിന്നെ എന്താ
അപ്പങ്ങളെല്ലാം ആ ഒരുമിച്ച് ഒറ്റയ്ക്ക് ചുട്ടമ്മായി. ഒറ്റയ്ക്ക് ചുട്ടമ്മായി. അപ്പൊ ഞാൻ എന്താ വിചാരിക്കണ അറിയോ, നിന്റെ മുത്തശ്ശിന്ന് പേര് അങ്ങനെയൊക്കെ ഒരു പേരടി പോലെ ചെയ്യണം വിചാരിക്കാവുന്ന എഴുതി തരണം കേട്ടോ ഈ പാട്ട്. ഞാൻ മുത്തശ്ശി അതിനനുസരിച്ച് രീതിയിൽ വേറെ ഒന്ന് റെഡിയാക്കി തരാം. കൊറേ ഞാൻ ചോദിക്കണം വിചാരിക്കണം. ഇപ്പൊ ഇങ്ങനെ പപ്പടം ചെയ്ത് കഴിഞ്ഞപ്പോ ഓർമ്മ വന്നതാണ്. പാരഡിയുടെ ആളാണ്. പണ്ടൊക്കെ കൊറേ ഉണ്ടാക്കൂലേ അമ്മ ചക്കപ്പപ്പടം? 1000 ഒക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ നമ്മള്? ആ കൊറോണ കാലത്തൊക്കെ 10,000 ഉണ്ടാക്കി ഉണ്ടായിരുന്നു. ഇത് എത്ര ഉണ്ടാവും? കൊടുത്തു. ഇത് കത്തിച്ച് 100 ഒക്കെ ഉണ്ടാവുള്ളൂ. അന്നൊന്നും നമ്മള് യൂട്യൂബ് ചെയ്തിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൂട്ടുകാർക്കൊന്നും തരാൻ പറ്റിയില്ല. ആരും വിഷമിക്കണ്ട. അല്ല ഇതിപ്പോ എന്താ പറയാ, നമ്മളവിടെയൊക്കെ ഇങ്ങനെ കിട്ടും നാട്ടിലൊക്കെ. നാട്ടിൽ നിന്ന് പുറത്തുള്ളവർക്ക് അവർക്കാണ് ഇതൊന്നും കിട്ടിയാൽ കഴിക്കാനും ടേസ്റ്റ് ആവും. നമ്മളധികം വീഡിയോ ഇടുമ്പോഴേ ഓരോരുത്തർ ചോദിക്കാറുണ്ട്, അത് കാണുമ്പോ ഒരു സന്തോഷം അത്ര. അവർക്ക് നാട്ടിലെ ഓർമ്മകളൊക്കെ വരികയാണെന്ന്. ഇന്നലെ പാവ ഒരു ചേച്ചി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, ഇത് അവിടെ ഉള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളെ നാട് നമുക്ക് മിസ് ചെയ്യണു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞേ, ഈ ചേച്ചി നാട്ടിൽ വരുമ്പോ ഒരു ദിവസം വീട്ടിൽ വരൂ. നാട്ടിൽ വരുമ്പോ വീട്ടിൽ വരും. അതെ, പക്ഷെ മറ്റേല് കുറച്ചും കൂടെ അത്ര ഗ്യാപ്പ് ഇടണ്ടായിരുന്നു. അത് ആദ്യത്തെ ഉള്ള പോലെ അടുപ്പിച്ചടുപ്പിച്ചാക്കായിരുന്നു. പരത്തുമ്പോ നീ പട്ടാവച്ചിട്ടാവും ഇനി അതൊക്കെ പരത്തിയിട്ട് കാണിക്കാല്ലേ? പേടിയാണ്, പെട്ടെന്ന് മഴയും വരും. അതെ വെയിലിനനുസരിച്ച്. അമ്മ നമ്മളിന്ന് എങ്ങടാ പോണതമ്മേ? നമ്മളിന്ന് ജമിനി സർക്കസിന് പോകുന്നുണ്ട്. അതെ, മുത്തശ്ശി ഉണ്ടോ സർക്കസ് കാണാൻ? വേണോ? രസല്ലേ? പോവാ. കാണാൻ രസല്ലേ? പക്ഷെ ചിലപ്പോഴേ എത്ര ഉണ്ടാവുള്ളൂ. വിരുന്നുകാര് വന്നോണ്ടേ. അങ്ങനെയൊന്നുമില്ല. ഉണ്ടോ? കുട്ടികളെ നിയന്ത്രിക്കാലൊക്കെ. അതെ, കുട്ടികളെന്തായാലും ഉണ്ടാവും. അതെ, ഇതിൽ കൊള്ളുവോ? നമ്മളെ പാത്രം എന്താ കാലിയാവാനായി. ചക്ക ഇനി എടുത്തോളാൻ പറഞ്ഞിട്ട് തറവാട്ടിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനെപ്പോ എങ്ങനെയാ വെയിലിന്റെ കാര്യം ഒന്നും അറിയില്ല. അപ്പൊ ഇനി നോക്കിയിട്ട് ഇന്ന് പറ്റി, ഇന്ന് അധികം മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം വേണമെങ്കിൽ ഒന്നും കൂടി ഇടാം, നാളെ രാവിലെ നേരത്തെ ഈ മാതിരി പരത്താം അപ്പൊ പറഞ്ഞു. ഒരു ദിവസം കൂടി വെയില് കിട്ടിയാൽ ഞങ്ങളെ ഭാഗ്യം. അതെ അതെ, എല്ലാരും പ്രാർത്ഥിക്കൂ. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കും ഇത്ര. ഓ ഇവർക്ക് വെയില് കിട്ടരുതേ. ഒന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല, കാപ്പിക്ക് എന്തെങ്കിലും വേണം. അതെ, അല്ല അമ്മേ, നമുക്ക് ചിലപ്പോഴേ ചില ആൾക്കാർ പറയലുണ്ടല്ലോ നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ടെന്ന്. ചിലവര് പ്രാർത്ഥിക്കും ഇത്ര, ഓ ഇവർക്ക് നല്ല വരട്ടെ. അപ്പൊ ഇന്ന് അവര് പ്രാർത്ഥിക്കും ഇത്ര, അയ്യോ ഇവർക്ക് വെയില് വരരുതേ, മഴ വന്നൊക്കെ കൊളാവണേന്ന്. നമുക്ക് എങ്ങനെയാലും പിന്നെ നമ്മള് കൂടുതലേ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന്റെ ഫലം കിട്ടുക കേട്ടോ. അതെ, പിന്നെ മഴക്കാലല്ലേ, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഫിനിഷായി. അതെ, ഇനി കൈ ഇതൊക്കെ ഉണങ്ങട്ടെ അല്ലേ? മഴ നമ്മളെ ചതിക്കുന്ന തോന്നുന്നത്. ഒന്നും കൂടി ഇനി അവിടെ ഫാനിൽ കൊണ്ടിട്ടെ ആണോ ഷെഡിലേ, അപ്പൊ വന്ന് വലിയ കിട്ടുമായിരിക്കും. പിന്നെ ഇനി ചിലപ്പോ പെട്ടെന്ന് വെയിൽ വരും, അപ്പൊ വെയിലത്തൊക്കെ തന്നെ ഇടാം. അതെ അതെ, എന്തായാലും അവിടെ കൊണ്ടിടാം. ഒന്ന് അടുത്തേക്ക് കൂത്തശ്ശി നോക്കൂ, അതെന്തായിന്ന് ഒന്നും ആയിട്ടില്ല. മറിച്ചിടാൻ പറ്റില്ല. ഇല്ല ആയില്ല. ഇനി വെയിലില്ലേന് ചൂടില്ലല്ലോ, അതാണ്. പിന്നെ ഓരോ ചക്കയുടെ ഒരു സമ്പ്രദായം. കാറിന്റെ മുകളിലാണ് നമ്മളിന്ന് ചക്ക പപ്പടം ഇട്ട് ഉണക്കണതില്ലേ മുത്തശ്ശിയെ? ഉണക്കല്ല, വെയില് പോയപ്പോ കൊണ്ടുവന്നതാ. അതെ അതെ, ഇത് മറിച്ചിടാൻ പറ്റുമോ? ഇല്ല കേട്ടോ, സാധനം നാശാവും വെറുതെ. എന്തായാലും ഷെഡിലേക്ക് കൊണ്ടുപോവാം. മക്കളെ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ. അപ്പൊ മക്കൾക്കൊക്കെ ബൈ ബൈ.